ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് പഴംപൊരി ഉണ്ടാക്കിയാലോ. ഇപ്പോൾ കുറച്ച് ഏത്തപ്പഴം ഇരുന്നത് നല്ലപോലെ അങ്ങ് പഴുത്തു പോയി. ചായക്കടകളിലൊക്കെ ഉണ്ടാക്കുന്ന തനി നാടൻ പഴംപൊരി ഉണ്ടാക്കാം ഇന്ന്. അതിനായിട്ട് ഞാനൊരു 5 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കാനുള്ള മാവൊക്കെ കലക്കിയെടുക്കാം. പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതേ കപ്പിൽ തന്നെ ഒരു 3/4 കപ്പോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം ഉപ്പൊഴിച്ച് കൊടുക്കാം. കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. പഴംപൊരിക്ക് ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഇതെല്ലാം കൂടെ നല്ലതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് മാവ് കലക്കിയെടുക്കാം. അപ്പോഴും നമ്മുടെ പഴംപൊരിക്കുള്ള മാവൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ കട്ടിയായിട്ട് ഇരിക്കണം മാവ്, എന്നാലേ പഴത്തിനകത്ത് പിടിക്കത്തുള്ളൂ. ഈ മാവിനെ നമുക്ക് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. പഴംപൊരിക്കുള്ള മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മാവൊക്കെ റെഡിയായി വന്നപ്പോഴത്തേനും ഞാൻ ഏത്തപ്പഴം കനം കുറച്ച് കീറി വെച്ചിട്ടുണ്ട്. അപ്പോഴേ നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. മുറിച്ച് വെച്ചേക്കുന്ന ഏത്തപ്പഴം മാവിൽ മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോഴും നമ്മുടെ പഴംപൊരിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പം മറ്റുള്ള മാവുകളോ വേറെ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. ഇത്രയും സാധനങ്ങൾ മാത്രം ചേർത്തുണ്ടാക്കിയാൽ മതി. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിക്കോളൂ. പഴംപൊരി ഉണ്ടാക്കുന്ന സമയത്ത് അതിനേക്കാട്ട് ഇഷ്ടമുള്ളൊരു സാധനമുണ്ട്. ഈ മാവ് ഇതുപോലെ കോരി ഒഴിച്ച് ഉണ്ടാക്കിയെടുക്കുന്നത് എല്ലാവർക്കും കൂടെ ഭയങ്കര ഇഷ്ടമാണ്. മാവിനകത്ത് മധുരമൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.